ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിളിൽ ഇങ്ങനെ പറയുന്നു: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് ദൈവത്തെ അന്വേഷിക്കേണ്ടത് തന്നെ. ദൈവം നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. ദൈവത്തിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം ദൈവത്തിൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. മനുഷ്യൻ ഒരു സങ്കല്പമല്ല. ഈ ലോകത്തിൽ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന യാതൊന്നും കുറെ സങ്കല്പങ്ങളല്ല. അദൃശ്യനായ ദൈവവും ഒരു സങ്കല്പമല്ല. മനുഷ്യ സങ്കല്പങ്ങളിൽ ഉരുത്തിരിഞ്ഞ അനേക ദൈവങ്ങളാണ് സത്യദൈവം സങ്കല്പമാണെന്നും മിഥ്യയാണെന്നും തെറ്റിദ്ധരിക്കാൻ ഒരു കൂട്ടം മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പായി പറയാം: ആധികാരികമായി ദൈവമില്ല എന്ന് തെളിയിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും സാധിച്ചിട്ടില്ല. ദൈവമില്ല എന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൈവമുണ്ടെന്നാണ് ഭൂരിപക്ഷം ജനങ്ങൾ പറയുന്നതും വിശ്വസിക്കുന്നതും. സത്യദൈവത്തെ അന്വേഷിക്കുക, തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബുദ്ധിമാന്മാരാകുക.